ഇതാണ് ഈന്തെന്ന് പറഞ്ഞ സസ്യം കേട്ടോ. അതായത് ഡിനോസറിന്റെ കാലം മുതൽ ഭൂമിയുടെ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു അത്ഭുത സസ്യമാണ്. ഇതിന്റെ കായും പിന്നെ ഇതിന്റെ ഇലയും ഒക്കെ ഔഷധ ഗുണമുള്ളതാണ്. കൂടാതെ ഇതിന്റെ കായുണ്ട്. അപ്പോൾ ഇതിന്റെ കാ ഉണക്കി പൊടിച്ച് നമ്മൾ പുട്ടുണ്ടാക്കുമല്ലോ വീട്ടിൽ, ഈ പുട്ടിന്റെ കൂടെ അത് നമ്മൾ ഇട്ട് കഴിക്കും. പക്ഷെ ആ ഗോതമ്പൂട്ടായാലും അരിപ്പൂട്ടായാലും എന്തിനായാലും ആ ഒരു ടേസ്റ്റ് വരത്തില്ല. അങ്ങനെ പകരം വേറൊരു ഫ്ലേവർ വരും. ഇതിന്റെ കുരുവിന്റെ ഒരു ഫ്ലേവർ വരും. നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് നല്ല ടേസ്റ്റാണ്. ഇതിന്റെ പേര് ഈന്ത് എന്നാണ് കേട്ടോ. അപ്പോൾ ഇതിനി വളരാനായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇത് 2 മരം ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും വെട്ടിക്കളഞ്ഞു. എൻ്റെ കുഞ്ഞുനാൾ മുതലേ വെട്ടിക്കളഞ്ഞതാണ്. പക്ഷെ ഇത് ഇവിടെ കിളിച്ചത് എങ്ങനെയാണെന്ന് എനിക്കും അറിയില്ല. കാരണം ഇത് എങ്ങനെ കിളിച്ചു എന്നുള്ളത് അറിയില്ല. ഞങ്ങൾ ആരും കൊണ്ട് വെച്ചതൊന്നുമല്ല കേട്ടോ. ഇത് ഇവിടെ തനിയെ കിളിച്ചതാ. ഇതിപ്പോൾ ഒരു ചെറിയ മരമാണ്. ഇതിനിപ്പം വളർന്ന് പൊക്കം വെച്ച് ഹൈറ്റ് ആവും. എന്നിട്ട് അതിൻ്റെ അത് നിറയെ കാ പിടിക്കും കേട്ടോ. നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെയൊക്കെ കാ പിടിക്കുമല്ലോ, അപ്പം അതുപോലാണ് ഇതിനകത്ത് ഈന്തിൻ്റെ കാ പിടിക്കുന്നത്. അപ്പോൾ പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കുരു ഉണക്കി പൊടിച്ചാണ് ഉപയോഗിക്കുന്നത് കേട്ടോ.